ഹായ് ഓൾ. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറെൻറ്റ് ഫങ്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഫങ്ഷൻ, എന്താണ് ഡൊമൈൻ, എന്താണ് റേഞ്ച്, അതുപോലെ അതിൻ്റെ രണ്ട് കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ ഫങ്ഷൻസിന് അതായത് ഈവൻ ഫങ്ഷൻ അതുപോലെ ഓഡ് ഫങ്ഷൻ, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഇൻ കേസ് ഫസ്റ്റ് വീഡിയോ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. സോ അപ്പോൾ അത് കണ്ട് ഇത് കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. സോ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് പോളിനോമിയൽ ഫങ്ഷനെ കുറിച്ചാണ്. പോളിനോമിയൽ ഫങ്ഷൻ. അപ്പോൾ ഈ പോളിനോമിയൽ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും. ഏറ്റവും നമ്മൾ ഒരു 8th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഹൈസ്കൂൾ മുതലേ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസിൽ ഒരു ഫങ്ഷനാണ് പോളിനോമിയൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പോളിനോമിയൽ ഫങ്ഷനിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ലീനിയർ അല്ലെങ്കിൽ 1 ഡിഗ്രി പോളിനോമിയൽ ഫങ്ഷനാണ്. സോ അതിന് നമ്മൾ ഇക്വേഷനിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുക ax+c. ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനിൽ നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഫോളോ ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷനാണ് f(x) = mx+c. അപ്പോൾ ലീനിയർ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, mx+c ഇതെന്ന് പറയുന്നത് c ആണ്. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? m ആണ്. സോ അപ്പോൾ ഇതാണ് 1 ഡിഗ്രി പോളിനോമിയൽ ഫങ്ഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു ഇതൊരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ആണെന്ന്. അപ്പോൾ നമ്മൾ ഫിസിക്സിലെ പല കാര്യങ്ങളും അല്ലെങ്കിൽ പല ടോപ്പിക്സിലേക്കും വരുമ്പോൾ നമുക്ക് ആവശ്യമാവുന്ന ഒരു കാര്യമാണ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻസ്, അതുപോലെ അതിൻ്റെ സ്ലോപ്പ് കണ്ടെത്തൽ, അങ്ങനെയൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻസ് മാത്രമേ ഞാൻ പറഞ്ഞു പോവാണ്. അപ്പോൾ ഏറ്റവും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു എന്നുള്ളൂ. സോ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മൾ പറയുന്നത് ഫസ്റ്റായിട്ട്. അതുപോലെ നമ്മൾ സ്ലോപ്പിൻ്റെ ഇക്വേഷനും പറയും. അപ്പോൾ നമുക്ക് രണ്ട് ബോക്സ് ആക്കാം, 2 കോളാക്കാം. ഓക്കെ, സോ 2 കോളാക്കിയിട്ട് ഒന്ന് ഏറ്റവും ഫസ്റ്റായിട്ട് നമ്മൾ പറയാം സ്റ്റാൻഡേർഡ് ഫോമാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ax+by = എന്താണ്? c ആണ്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ്. ഓക്കെ, 2 എന്ന് പറയുന്നത് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമാണ്. ഇതായിരിക്കും എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. അപ്പോൾ അതെന്ന് പറയുന്നത് y = എന്താണ്? mx+c ആണ്. ഓക്കെ, where m is the slope and c is the intercept. ഓക്കെ, ഇനി മൂന്നാമത്തെന്ന് പറയുന്നത് പോയിൻ്റ് സ്ലോപ്പാണ്. അതായത് നമുക്ക് ഒരു പോയിൻ്റും തന്നിട്ടുണ്ട്, ഒരു സ്ലോപ്പും സ്ലോപ്പും തന്നിട്ടുണ്ട്, ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പും തന്നിട്ടുണ്ട്, ഒരു പോയിൻ്റും തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിനാണ് y - y1 / x - x1 = m, where m is slope and y1 x1 എന്ന് പറയുന്നത് ആ പോയിൻ്റാണ്, നമുക്ക് തന്നിരിക്കുന്ന പോയിൻ്റാണ്. y x എന്ന് പറയുന്നത് വേരിയബിളാണ്. ഓക്കെ, ഇനി 4 എന്ന് പറയുന്നത് 2 പോയിൻറ്റ്സ് ആണ്. അതായത് 2 പോയിൻറ്റ് ഫോം എന്ന് പറയുന്നത് നമുക്ക് 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്, x1 y1 x2 y2, അങ്ങനെ 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 പോയിൻറ്റ്സ് തന്നാൽ നമ്മൾ എങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടെത്താന്ന് വെച്ചാൽ y - y1 / y2 - y1 = x - x1 / x2 - x1. ഓക്കെ, ഇതാണ്. ഇനി 5 എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റ് ഫോമാണ്. അതായത് നമുക്ക് x ഇൻ്റർസെപ്റ്റും y ഇൻ്റർസെപ്റ്റും തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താം x/a
പ്ലസ് വൈ ബൈ ബി ഇസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് എക്സ് ഇൻ്റർസെപ്റ്റും ബി എന്ന് പറയുന്നത് വൈ ഇൻ്റർസെപ്റ്റും ആണ്. സോ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈന്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോമാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഒരു സ്ലോപ്പും ഇൻ്റർസെപ്റ്റും സ്ലോപ്പും ഒരു ഇൻ്റർസെപ്റ്റും തന്നാൽ, വൈ ഇൻ്റർസെപ്റ്റും തന്നാൽ നമുക്ക് ഈ ഇക്വേഷനിൽ കണ്ടെത്താം. ഇനി സ്ലോപ്പും ഏതെങ്കിലും ഒരു പോയിൻ്റ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഈ ഒരു ഇക്വേഷനിലൂടെ നമുക്ക് കണ്ടെത്താം. ഇനി 2 പോയിൻറ്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ ഇത് കണ്ടെത്താം. ഇനി 2 ഇൻ്റർസെപ്റ്റാണ്, എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കണ്ടെത്താം. ഇനി ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് സ്ലോപ്പ് കണ്ടെത്താമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇക്വേഷൻ ഓഫ് സ്ലോപ്പ്. ഓക്കെ, ഇക്വേഷൻ ഓഫ് സ്ലോപ്പാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് 2 കോളാക്കാം. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ആംഗിൾ ഫോമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളോട് പറഞ്ഞു ഒരു സ്ട്രെയിറ്റ് ലൈന് ഒരു തീറ്റ ആംഗിളിലാണ് ഒരു ലൈൻ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്താണ്, ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ടാൻ തീറ്റ കണ്ടെത്തിയാൽ മതി. ഓക്കെ, സ്ലോപ്പ് ഇസ് ഈക്വൽ ടു എന്താണ്? ടാൻ തീറ്റ. ഇനി 2 പോയിൻറ്റ്സ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ, ഓക്കെ 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടെത്തൽ y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആണ്. ഓക്കെ, ഇനി 3 സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. ഓക്കെ, സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം, നമുക്ക് സ്ലോപ്പും ഒരു ഇൻ്റർസെപ്റ്റും തന്നിട്ടുണ്ട് എങ്കിൽ ആ ഒരു എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണോ അതായിരിക്കും ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ആയിരിക്കും എന്ത്? സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എം ആണ്. സോ അതാണ് എന്തെന്ന് പറയുന്നത്? സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി 4 എന്ന് പറയുന്നത് ജനറൽ ഫോമാണ്. ജനറൽ ഫോം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ax പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു സി ആണ്. ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് എ ബൈ ബി ആണ്. അതായത് മൈനസ് ഓഫ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് ബി ആണ്. ഇനി 5 എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. ഓക്കെ, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടെത്തിയാൽ അതിൻ്റെ സ്ലോപ്പ് കിട്ടും. നമുക്ക് ജസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഈ ഡെറിവേറ്റീവിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ വരുന്നുണ്ട്. ഓക്കെ, സോ ഇനി 6th എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റ് ഫോമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് സ്ലോപ്പ് കണ്ടെത്താമെന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ബി ബൈ എ. സ്ലോപ്പ് എന്ന് പറയുന്നത് ബി ബൈ എ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ലോപ്പ് കണ്ടെത്തേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ ഫോം നമ്മൾ പറഞ്ഞു. ആംഗിൾ എന്ന് പറയുന്നത് അതായത് നമുക്കൊരു ഈ ഒരു ആംഗിളിലാണ് ലൈൻ എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ തീറ്റ കണ്ടെത്തിയാൽ മതി. പിന്നെ 2 പോയിൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. പിന്നെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ജനറൽ ഫോം ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്ലോപ്പ് കണ്ടെത്താമെന്ന് പറഞ്ഞു. അതുപോലെ ഒരു ഫംഗ്ഷനാണ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടെത്തിയാൽ മതി. ആൻഡ് ഇൻ്റർസെപ്റ്റ് ഫോമിലാണെങ്കിൽ അതായത് 2 ഇൻ്റർസെപ്റ്റ് തന്നാൽ നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒരു സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ ഹൊറിസോണ്ടൽ ലൈൻ ആണെന്നുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ ആയിരിക്കും വരിക. ഒരു ഹൊറിസോണ്ടൽ ലൈൻ അലോങ് പാരലൽ ടു എക്സ് ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഇനി വേർട്ടിക്കൽ ലൈൻ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ വേർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത് പാരലൽ ടു വൈ ആക്സിസ് ആണ്. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻഡ് അല്ല. ഓക്കെ, സ്ലോപ്പ് എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈന് അതുപോലെ ഇക്വേഷൻ ഓഫ് സ്ലോപ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് കമ്മിങ് ബാക്ക് ടു പോളിനോമിയൽ ഫങ്ഷൻസ്. അപ്പോൾ രണ്ടാമത്തത് പറയുന്നത് പെരാബോളിക് അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി. പെരാബോളിക് എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെരാബോളായിരിക്കും കിട്ടുക. സോ അതിനെയാണ് പെരാബോളിക് അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി എന്ന് പറയാം. 2D പോളിനോമിയൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫോം എന്ന് പറയുന്നത് ഏറ്റവും ജനറൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത് ax² + bx + c ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം, അതായത്
നമ്മൾ പോളിനോമിയൽ വരയ്ക്കുക എങ്ങനെയായിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ നമ്മൾ ജസ്റ്റ് ഒരു മൗത്ത് എന്ന് പറയാം. ഓക്കെ, സോ ഈ ഒരു ഭാഗം, ഈ ഒരു മൗത്ത് അപ്വേർഡാണോ അതോ ഡൗൺവേർഡ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കില്ല, അല്ലെങ്കിൽ നമുക്ക് അറിയണമല്ലോ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കാൻ ഒരു സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ്. അതായത് ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ്, അതായത് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് ആയിട്ടുള്ള എ എന്ന് പറയുന്നത് അത് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൗത്ത് എന്തായിരിക്കും? അപ്വേർഡ്ലി ഓപ്പൺ ആയിരിക്കും. ഓക്കെ, അപ്വേർഡ്ലി ഓപ്പൺ ആയിരിക്കും. ഓക്കെ, ഇനി എ ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇത് നെഗറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഇത് ഡൗൺവേർഡ്ലി ഓപ്പൺ ആയിരിക്കും, ഡൗൺവേർഡ് ഓപ്പൺ ആയിരിക്കും. ഓക്കെ, ഓപ്പൺ ആയിരിക്കും. സോ അപ്വേർഡ് ഓപ്പൺ ആയിരിക്കും, ഡൗൺവേർഡ് ഓപ്പൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഇത് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ നമുക്ക് ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു a ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ, ഈ ഒരു ഫോമിലേക്ക് ആക്കിയാൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് എന്താണ് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ കഴിയും. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫ് നമുക്ക് ഈസി ആയിട്ട് പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫോമിലേക്ക് ആക്കിയാൽ മതി. അത് നമുക്ക് ഏതൊരു ഫംഗ്ഷനെയും ആക്കാം. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നു. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഇനി ഇതിലെ എക്സിൻ്റെ ടേം ഉണ്ടല്ലോ, ആ എക്സിൻ്റെ ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണെന്ന് നോക്കാം. അതാണ് 1. ഓക്കെ, ഈ 1ൻ്റെ ഹാഫ് എടുക്കാം. ഓക്കെ, 1ൻ്റെ ഹാഫ് എടുത്തിട്ട് അതിനെ സ്ക്വയർ ചെയ്യാം, എന്നിട്ട് അത് നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ, അതിൻ്റെ ഹാഫ് എടുത്തിട്ട് അതിനെ സ്ക്വയർ ചെയ്തിട്ട് പിന്നെ നമുക്കൊരു +1 ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ സ്ക്വയർ ചെയ്തു, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ എന്താണ് മൈനസും ചെയ്യണം. ഓക്കെ, സെയിം സാധനം മൈനസ് ചെയ്യണം, എന്നാലേ ഈ ഇക്വേഷൻ എന്താണ് ഇത് ക്യാൻസൽ ചെയ്താൽ പിന്നെ നമുക്ക് സെയിം നമ്മളെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/4 പ്ലസ് 1 മൈനസ് 1/4 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ, പറ്റൂല. ഇനി ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 4 മൈനസ് 1 എന്ന് പറയുന്നത് 3/4 പ്ലസ് 3/4 എന്ന് എഴുതാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് y ഈക്വൽ ടു ഇതിനെ നമുക്ക് എങ്ങനെ ഇത് നോക്ക്, എക്സ് സ്ക്വയർ പ്ലസ് എന്താണ് 1/4 പ്ലസ് എന്താണ് എക്സ് ആണ്, അതായത് 2x ഇൻറ്റു 1/2 എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെയിം ഫോം കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 3/4. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഗ്രാഫ് വരയ്ക്കാൻ സിമ്പിളായിട്ടുള്ള കുറച്ച് ടെക്നിക്സൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ, അപ്പോൾ അത് കാണാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എടുക്കാം? ഇതാണ് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇനി y ഈക്വൽ ടു എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 3/4. അപ്പോൾ നമുക്ക് 3/4 ഒരു ഷിഫ്റ്റ് വേണം. സോ 3/4 എന്ന് പറയുമ്പോൾ ഒരു 1-നേക്കാൾ കുറവ്. ഓക്കെ, ഇതാണ് 1 എങ്കിൽ ഇതിനേക്കാൾ കുറവായിട്ട് ഇങ്ങനെ. ഇനി എക്സ് പ്ലസ് 1/2 ആണ്, അപ്പോൾ നമുക്ക് നെഗറ്റീവിലേക്കാണ് ഷിഫ്റ്റ് വേണ്ടത് അല്ലേ. അലോങ് എക്സ് ആക്സിസിൽ -1/2 ഷിഫ്റ്റ് വേണം. അപ്പോൾ ഇത് 1 ആണെന്നുണ്ടെങ്കിൽ ഇതൊരു 1/2 -1/2. ഞാൻ ജസ്റ്റ് വരയ്ക്കാൻ ഈസിയിലാണ് ഞാൻ ഈ മെഷർമെൻറ്റ് എടുത്തത്, ഇത് കറക്റ്റ് അല്ല കേട്ടോ. അപ്പോൾ ഏകദേശം ഇവിടെ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ വരാം. ഇനി ഇതിൽ നമ്മൾ പറഞ്ഞു ഇതെന്തായാലും പോസിറ്റീവായിരിക്കും, എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായാലും പോസിറ്റീവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് അപ്വേർഡ്, ഓക്കെ, അപ്വേർഡ് ഓപ്പൺ ആയിരിക്കും. സോ ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടിയിട്ട് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാനും. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ നോക്കുന്നത് റാഷണൽ ഫങ്ഷൻസ് ആണ്. റാഷണൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫംഗ്ഷനെ നമ്മൾ p(x) ഡിവൈഡഡ് ബൈ q(x) ഈ ഒരു ഫോമാറ്റിൽ എഴുതാം. വെർ q(x) നോട്ട് ഈക്വൽ ടു എന്താണ് 0 ആണ്. സോ ഈ ഒരു ഫോമിൽ ഏതാണെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിളാണ് sin x by x, y ഈക്വൽ ടു എന്താണ് sin x by x.
അങ്ങനെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. സോ ഇതിലും നമുക്ക് മെയിൻലി ഡൊമെയിൻ റേഞ്ച് കണ്ടെത്താം. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് എക്സ്പോണൻഷ്യൽ ഓർ ലോഗരിതമിക് ഫംഗ്ഷൻ. ഓക്കെ, സോ എക്സ്പോണൻഷ്യൽ അല്ലെങ്കിൽ അതുപോലെ ലോഗരിതമിക് ഫംഗ്ഷൻസ്, ഇത് രണ്ടും ഇൻവേഴ്സ് ആണ് കേട്ടോ. ഒന്ന് മറ്റതിൻ്റെ ഇൻവേഴ്സ് ആണ്. സോ ഇതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? y ഈക്വൽ ടു എന്താണ്? e റേസ് ടു എക്സ് എന്ന് പറയുന്ന ഫോമിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ y ഈക്വൽ ടു e റേസ് ടു എക്സ് വേർ ഈസ് ഈക്വൽ ടു എന്താണ്? 2.717. ഇത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വാല്യൂ ആണ്. എപ്പോഴും നമ്മൾ യൂസ് ആക്കുന്ന ഒരു വാല്യൂ ആണ്. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഫിസിക്സ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു രീതിയിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ y ഈക്വൽ ടു e റേസ് ടു എക്സ്. ഈ y ഈക്വൽ ടു e റേസ് ടു എക്സിൻ്റെ ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പൊണൻഷ്യലി അപ്പോൾ ഇങ്ങനെ. ഓക്കെ, ഇതാണ് y ഈക്വൽ ടു e റേസ് ടു എക്സ് എന്ന് പറയുന്നത്. ഇനി e റേസ് ടു എ എക്സ് ആണെന്നുണ്ടെങ്കിൽ e റേസ് ടു എ എക്സ്, ഇതിൻ്റെ പ്ലോട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മൾ e റേസ് ടു എക്സ് എന്ന് വെക്കാം. ഓക്കെ, e റേസ് ടു എക്സ്. ഇനി ഞാൻ e റേസ് ടു ഒരു 2x വരക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്, അപ്പോൾ 2 റേസ് ടു എക്സ് ആകുമ്പോൾ ഇങ്ങനെ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മളിങ്ങനെ നെഗറ്റീവിൽ എന്താണ് കൊടുക്കുക, പോസിറ്റീവിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും ഗ്രാഫ് കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ e റേസ് ടു ഒരു 5x പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, e റേസ് ടു 5x. സോ ഇതാണ് e റേസ് ടു എ എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി e റേസ് ടു മൈനസ് എക്സ്, y ഈക്വൽ ടു e റേസ് ടു മൈനസ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യലി ഡൗൺവേർഡ് ആയിരിക്കും. ഓക്കെ, ഇതെന്ന് പറയുന്നത് 1 ആയിരിക്കും കേട്ടോ, കാരണം e റേസ് ടു 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ ഇങ്ങനെ എക്സ്പൊണൻഷ്യലി ഡൗൺവേർഡ് ആയിരിക്കും. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. e റേസ് ടു മൈനസ് എ മോഡ് എക്സ്. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യാം? ഇത് നമ്മൾ പ്ലോട്ട് ചെയ്ത് y ഈക്വൽ ടു e റേസ് ടു മൈനസ് എ മോഡ് എക്സ്. ഓക്കെ, നമുക്ക് മോഡ് എക്സിൻ്റെ പ്രത്യേകത നമുക്കറിയാം. മോഡ് എക്സ് മൈനസ് എക്സ് ആയിരിക്കും എക്സ് ലെസ് ദാൻ 0 ബിഹേവ് ചെയ്യുക, എക്സ് ഗ്രേറ്റർ ദാൻ 0 അത് എക്സ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് എ എക്സ്, സോ എക്സ് വേർ എക്സ് ലെസ് ദാൻ 0 മൈനസ് എക്സ് വേർ എക്സ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, സോ ഇങ്ങനെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതിന് നമ്മൾ ഗ്രാഫ് വരക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ പറഞ്ഞു എക്സ് ലെസ് ദാൻ 0 e റേസ് ടു എ എക്സ് ആണ്. ഓക്കെ, അതായത് എക്സ്പൊണൻഷ്യലി അപ്വേർഡാണ്. ഇത് ഇങ്ങനെ പോകും. പക്ഷെ നമ്മൾ എക്സ് ലെസ് ദാൻ 0 വരെ കൺസിഡർ ചെയ്യുന്നത് കിട്ടില്ല. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 0 e റേസ് ടു മൈനസ് എ എക്സ്, അതായത് എക്സ്പൊണൻഷ്യലി ഡൗൺവേർഡ് ആണ്. സോ അത് നമ്മളിങ്ങനെ വരാം, ഇങ്ങനെ. അപ്പോൾ ആ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ഇതാണ്. ഓക്കെ, ഇതായിരിക്കും e റേസ് ടു മൈനസ് എ മോഡ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ഷാർപ്പ് എഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡെറിവേറ്റീവ് എന്താണ്? ഡിഫൈൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഷാർപ്പ് എഡ്ജിൽ ഡെറിവേറ്റീവ് ഡിസ്കണ്ടിന്യൂസ് ആണെന്നുള്ളത് നമുക്കറിയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ ലോഗ് എക്സ് എന്ന് പറയുന്നത് y ഈക്വൽ ടു ലോഗ് എക്സ് ബേസ് ഇ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്രാഫ് വരാം. നമ്മൾ പറഞ്ഞു ഇത് രണ്ടും എക്സ്പൊണൻഷ്യലും ലോഗ് എക്സും എന്താണ്? ഇൻവേഴ്സ് ആണ്, ടു ഈച്ച് അതർ ആണ്. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം e റേസ് ടു എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, 1 ആണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഒരു ലൈൻ വരക്കാം. അതിൻ്റെ നേരെ മിറർ ഇമേജ് ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഇത് വരാം. സോ ഇങ്ങനെ അറ്റ് 1 0 ആണ്. എക്സ് ഈക്വൽ ടു 1 y എന്ന് പറയുന്നത് ലോഗ് ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. സോ അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, ഇതിൽ മെഷർമെൻറ്റ്സ് നിങ്ങൾ നോക്കണ്ട, കാരണം അത് ഞാൻ വരക്കുമ്പോൾ ഞാൻ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തേക്കാണ് ഈ 1 ഒക്കെ മാർക്ക് ചെയ്യുന്നത്. സോ ഓക്കെ, നിങ്ങൾ വരക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക.
അപ്പോൾ y ഈക്വൽ ടു ലോഗ് ബേസ് ഈ 1 ഇസ് ഈക്വൽ ടു എന്താണ് 0 ആണ്. ഇനി നമുക്ക് ചിലപ്പോൾ ലോഗ് ഓഫ് എക്സ് ബേസ് ബി എന്ന് വരും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ബേസ് ഇയിൽ റെപ്രസെൻ്റ് ചെയ്യാന്ന് വെച്ചാൽ ലോഗ് ഓഫ് ബേസ് ഇ എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് ഓഫ് ഇ ഇൻറ്റു ബേസ് ബി. ഓക്കെ, ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്നതാണ് ബേസ് 10 എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ലോഗ് ഇ എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് ഓഫ് ഇ ബേസ് 10. ഓക്കെ, ഇത്. ഇനി എക്സ്പോണൻഷ്യൽ പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഗോഷ്യൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ കുറേ കേട്ടിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും ഗോഷ്യൻ എന്ന് പറയുന്നത്. ഇ റേസ് ടു മൈനസ് എ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്, അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഏകദേശം ഇതുപോലെ ആയിരുന്നു വരും. ഓക്കെ, ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചില പ്രോപ്പർട്ടീസ് നോക്കാം. അതായത് ഇ റേസ് ടു എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത്, സോറി, ഇ റേസ് ടു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ എന്നാക്കാം. അതുപോലെ ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് വൈ. അതുപോലെ ലോഗ് എക്സ് മൈനസ് ലോഗ് വൈ ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് ബൈ വൈ എന്ന് എഴുതാം. അതുപോലെ ലോഗ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എൻ ഇൻറ്റു ലോഗ് എക്സ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ലോഗിനെ കുറിച്ചും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ കുറിച്ചുമാണ്. ഇനി നമ്മളിനി കുറച്ചും കൂടി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറച്ചും കൂടി ഡീപ്പറായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഫങ്ഷൻസ് ആണ് നമ്മൾ ഏറ്റവും ഫിസിക്സിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ട്രിഗണോമെട്രിക്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്, ഹൈപ്പർബോളിക്, അതുപോലെ ഇൻവേഴ്സ് ഹൈപ്പർബോളിക്, പിന്നെ അങ്ങനെയുള്ള ഫങ്ഷൻസ്. പിന്നെ അതുപോലെ ഡെറിവേറ്റീവ്സിനെ കുറിച്ച് പറയും, ഇൻ്റഗ്രേഷന് പറയും. അപ്പോൾ അതുപോലെ ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഇതൊക്കെ നമ്മൾ പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ബേസിക്കലി നമ്മൾ പറഞ്ഞത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസിൽ ഒരു ഫംഗ്ഷനാണ് പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അതുപോലെ പോളിനോമിയൽ ഫംഗ്ഷൻ പറഞ്ഞു. അതുപോലെ അതിൽ 2 ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. പിന്നെ റാഷണൽ ഫങ്ഷൻസ് പറഞ്ഞു, എക്സ്പോണൻഷ്യൽ അല്ലെങ്കിൽ ലോഗരിതമിക് ഫങ്ഷൻസ് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമൻറ്റ് ബോക്സിൽ ചോദിക്കാം. പിന്നെ അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്സ് അല്ലെങ്കിൽ ലാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ക്ഷമിക്കുക. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് വീഡിയോ ചെയ്യുന്നത്, സോ ഐ എം സോറി ഫോർ ദാറ്റ്. പിന്നെ അതുപോലെ എന്തെങ്കിലും സജഷൻസ്, ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ അറിയിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച്.